ഓ സാർ ഇപ്പൊ ഇവിടെ കിടക്കുന്നില്ലേ? നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ കാണുന്ന രണ്ട് ഷെഡ്, ഈ രണ്ട് റൂം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ സാറിന്റെ അന്നത്തെ വീഡിയോ കണ്ട് വിഷമം കണ്ട് സാറിന്റെ കൂടെ പഠിച്ച ആൾക്കാർ വന്ന് പണിഞ്ഞു കൊടുത്ത ഒരു അടുക്കളയാണ് കേട്ടോ. അന്ന് അടുക്കള സാറിന് ഇതായിരുന്നില്ലേ? കാർകൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം, നിന്റെ വാർനെറ്റി തടത്തിലെന്തിനു സിന്ദൂരത്തിലകം. കാർകൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം എന്ന് പറഞ്ഞാൽ കാർമുകിൽ മേഘം ഉണ്ടല്ലേ, കറുത്ത മേഘം, അതിനാ കാർമുകിൽ എന്ന് പറഞ്ഞു. കറുത്ത മേഘം, കറുത്ത കറുത്തിരുണ്ട മേഘത്തിന്റെ നിറത്തോട് കൂടിയ മുടിയുള്ള പെണ്ണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സാറിനത് പറയാൻ പറ്റുമോ? വായിക്കാവോ? സൺറൈസ് ഇൻ എ ബ്ലോസം സീസൺ, അതായത് വസന്തകാലത്ത് ഉദയസൂര്യൻ. സാറേ നല്ല രണ്ട് പാട്ടും കൂടെ പാടി തരണേ. ഏത് പാട്ടാ പാടാൻ പോകുന്നത് സാറിന്ന്? പറ. കാർകൂന്തൽ കെട്ടി എന്തിനു വാസന തൈലം. അത് ഏത് സിനിമയിലെ പാട്ട്? എനിക്ക് ഒന്നുകൂടെ നോക്കണം. ഉർവശി ഭാരതിയിലാന്ന് തോന്നുന്നത്. ഒരുപാട് പഴക്കമുള്ള പാട്ടല്ലേ? സാറ് നമുക്ക് വേണ്ടി കുറച്ച് രണ്ടു പാട്ടും പാടിത്തരും അല്ലേ? രാവിലത്തെ ആഹാരം കഴിക്കാൻ പോകുന്ന എവിടെ വന്നേരം? സുരേപ്പന്റെ വീട്ടില്. അത് വീട്ടിലാന്ന് എന്നും പോവോ? അവര് ചെല്ലാൻ പറഞ്ഞിട്ട് നമ്മള് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിലായിരുന്നു അവരുടെ കട. സാമ്പത്തിക ഞെരുക്കം കാരണം കട വിട്ട്. അങ്ങനെ വീട്ടിൽ പോയ ആഹാരം കഴിക്കുന്നു. അവിടെ ചെന്നാ തരുവോ? കട നടത്തുന്നില്ല. കട അവിടെ നടത്തുന്നില്ല. പിന്നെ എനിക്ക് ആഹാരം തരുന്നുള്ളൂ, വേറെ ആർക്കും കൊടുക്കുന്നില്ല. സാറേ നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് അകത്തോട്ട് പോയാലോ? പഠിക്കോ? കാർകൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം, നിന്റെ വാർനെറ്റി തടത്തിലെന്തിനു സിന്ദൂരത്തിലകം, മാനഞ്ചും കണ്ണിലെന്തിനൊരഞ്ജന കൂട്ട്, നിന്റെ തേൻ ചോരും ചുണ്ടിലെന്തേ ചെമ്പരത്തി പൂമൊട്ട്, ചെമ്പരത്തി പൂമൊട്ട്. കാർകൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം, നിന്റെ വാർനെറ്റി തടത്തിലെന്തിനു സിന്ദൂരത്തിലകം. ദേവ സാറേ, വരികളെല്ലാം നല്ല രീതി അറിയാലേ? എത്ര വർഷം പഴക്കം കാണും ഈ പാട്ടിന്? ഈ പാട്ടിന് 80-71 ഈ ചിത്രം വന്നത്. ആഹാ, സാറിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? അതിന്റെ ശരിയായ വർഷം ഓർമ്മയില്ല എനിക്ക്. ഈ ചിത്രത്തിന്റെ എനിക്ക് 72 അടുത്ത് 71 തികഞ്ഞു. 71 തികഞ്ഞു എന്ന് പറഞ്ഞാ 72 അടുത്ത ആഗസ്റ്റ് മാസം 19 തീയതി ആകും. 19th. സാറേ വീടിനകത്തോട്ട് കയറിയാലോ? കേറാം. നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ കാണുന്ന രണ്ട് ഷെഡ്, ഈ രണ്ട് റൂം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ സാറിന്റെ അന്നത്തെ വീഡിയോ കണ്ട് വിഷമം കണ്ട് സാറിന്റെ കൂടെ പഠിച്ച ആൾക്കാർ വന്ന് പണിഞ്ഞു കൊടുത്ത ഒരു അടുക്കളയാണ് കേട്ടോ. അന്ന് അടുക്കള സാറിന് ഇതായിരുന്നില്ലേ? ഓ സാർ ഇപ്പൊ ഇവിടെ കിടക്കുന്നില്ലേ? ഇതിനകത്ത് ലൈറ്റ് ഉണ്ടോ? ഉണ്ട്, ലൈറ്റ് ഉണ്ട്. സാറെന്താ നോക്കുന്നേ? വരച്ച ചിത്രങ്ങള്. അന്ന് നമ്മളെ ഒരുപാട് പേര് കണ്ടേ ആ ചിത്രങ്ങളില്. അതെ. അന്ന് ഒരുപാട് പേരൊന്നും വീഡിയോ എടുത്തില്ലേ? ഇവിടുത്തെ മാത്തമാറ്റിക്സിന്റെ സാമ്പിൾസും തന്നായിരുന്നു. അന്ന് കാണിച്ചായിരുന്നു സാറ്. ഒരുപാട് ഇക്വേഷൻ കണ്ടെത്തിയായിരുന്നു. അതെ, അത് തന്നെ പറഞ്ഞത്. എത്ര ബിരുദം ഉണ്ടായിരുന്നു സാറിന്? മാത്തമാറ്റിക്സ് ബിരുദം, BSc മാത്തമാറ്റിക്സ് മെയിൻ. സാറെ നല്ല പാട്ട് പാടും, നല്ലോണം ചിത്രം വരയ്ക്കും അല്ലേ? ചിത്രം വരയ്ക്കും, നല്ലോണം പഠിക്കുമായിരുന്നു. താനിപ്പോ 72 വയസ്സാവാൻ പോകുന്നില്ലേ? സാർ താമസിക്കുന്ന വീടിനകത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. സാർ ഇവിടെ നിന്ന് എല്ലാം പഠിക്കുന്നേക്കില്ലേ? എല്ലാവരും വരയ്ക്കും എല്ലാം ചെയ്യുന്നതല്ലേ? ഓ സാറ് കണ്ട വരച്ച ചിത്രങ്ങളല്ലേ? ഞങ്ങൾ അന്ന് വീഡിയോ എടുത്തതിനു ശേഷം ഒരു കുട്ടികളെ TKM കോളേജിലെ കുട്ടികളെ കൂടെ വന്നായിരുന്നു പടം വരച്ചു കൊടുക്കുന്നത്. കോളേജില് SM കോളേജില്
എസ് എൻ കോളേജില് കുട്ടികളാ വന്നത്. കൊല്ലം എസ് എൻ കോളേജിൽ. അതെ അതെ. പറഞ്ഞു. ചിത്രങ്ങളില്ലേ സാറ് വരച്ചത്? അതെ അതെ. പിന്നുണ്ട് ഒരുപാടുണ്ടായിരുന്നില്ലേ? ആ ചുമ്മാ ഒരു ചിത്രം വരയ്ക്കുമല്ല സാറ്, അതിനകത്ത് എന്തൊക്കെ അർത്ഥങ്ങളുണ്ടായിരുന്നു. സാർ നേരത്തെ പാടിയ പാട്ടിന്റെ അർത്ഥങ്ങൾ അറിയാവോ? അറിയാം. എല്ലാം അറിയാവോ? ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പറ്റുമോ? കാർകൂന്തൽ കെട്ടിൽ എന്തിന് വാസനത്തൈലം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാർമുകിൽ മേഘം ഉണ്ടല്ലേ, കറുത്ത മേഘം, അതിനാ കാർമുകിൽ എന്ന് പറഞ്ഞു. കറുത്ത മേഘം, കറുത്ത കറുത്തിരുണ്ട മേഘത്തിന്റെ നിറത്തോടു കൂടിയ മുടിയുള്ള പെണ്ണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കാർകൂന്തൽ കെട്ടിൽ എന്തിന് വാസനത്തായി. അത് പിന്നെ പ്രത്യേകിച്ച് വാസനത്തായാലും വേണ്ട, നിന്റെ സൗന്ദര്യത്തിന്റെ സുഗന്ധം മതി എന്നാ പറഞ്ഞത്. സ്വഭാവത്തിന്റെ പറഞ്ഞതിന്റെ അതെ അതെ. കറക്റ്റായിട്ട് സാർ ഇപ്പോഴും എല്ലാം ഓർത്തിരിക്കുന്നല്ലോ വരികളെല്ലാം. കറക്റ്റായിട്ട് ആ ഈണവും താളവും ഒക്കെ പിടിച്ച് സാർ അത് കറക്റ്റായിട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു പെൺകുട്ടിയുടെ ചിത്രമല്ലേ? അതായത് ഇതാ ഞാൻ ആദ്യമായിട്ട് വരച്ച ചിത്രമല്ലേ? സാറെല്ലാം സൂക്ഷിച്ച് ഏകദേശം എത്ര വർഷം പഴക്കങ്ങളാണ് ഈ ചിത്രത്തിനൊക്കെ? ഈ ചിത്രം പറഞ്ഞിട്ട് 2009 10 വരച്ചത്. 2010 വരച്ചല്ലേ? അതെ. ഇത് ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ആഗസ്റ്റ് 23-ാം തീയതി വരച്ചതാ. അന്ന് 1196 ചിങ്ങം 8-ാം തീയതി ആയിരുന്നു, വെള്ളിയാഴ്ച. ചൊവ്വാഴ്ച. ഉണ്ട്. വേറെ ഇച്ചിരി കൽപ്പണിയുടെ ഇച്ചിരി ചെയ്യും, കൊല്ലപ്പണി അറിയാം. അതാ ഞാൻ ചെയ്ത മനുവിളി ഇവിടെ ഉണ്ട്, പറഞ്ഞുതരാം. പാത്രം അടിച്ച് ശരിയാക്കിയത് സ്വന്തം ടൂൾസ് പണിയായതാണോ? അതല്ല പറയാം. എന്താ ഞാൻ അടിച്ചു നീട്ടിയതാ, ഇവിടം വരെ ഉള്ളായിരുന്നു ഇത്. എങ്ങനെ നീട്ടി? ചൂടാക്കി? അത് പഴുപ്പിച്ച് അടിച്ചു നീട്ടി ഒരു ടെമ്പർ ചെയ്തതാ, രാവി എടുത്തതാ. അതുപോലെ ഒരു ഉള്ളിയും കൂടെ ഉണ്ട്. അത് ആണ്ടേ, ഇതും അങ്ങനെ ചെയ്തതാ. രാവി എടുത്തല്ലേ? രാവി എടുത്തില്ല, ചൂടാക്കി അടിച്ച് നീട്ടിയെടുത്തല്ലേ? രാവി തുവച്ചെടുത്തതാ ഒരുവിധം. എന്നാലും സത്യം പറയാം എല്ലാ പണിയും സാറിന് അറിയാം. പക്ഷെ സാറ് ഇപ്പൊ റെസ്റ്റ് എടുക്കുന്ന സമയമില്ലേ സാറേ? 10-72 വയസ്സായില്ലേ? സാറിനെ കണ്ടാ പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ നാട്ടിലെ APJ അബ്ദുൽ കലാം സാറാണ് കേട്ടോ. സാറിന് മുടി ഇങ്ങോട്ട് നോക്കിയ സാറൊന്ന് കേട്ടോ, മുടിയൊക്കെ വിട്ട് ആ ഒരു ലുക്കൊക്കെ അത് തന്നെ. റിപ്പയർ ചെയ്തിട്ടുണ്ട്. സാറിന് ഈ റൂം ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നില്ലല്ലേ? അത് TV ഇരിക്കുന്ന TV കാണാൻ. TV വർക്ക് ചെയ്യും? വർക്ക് ചെയ്യും. എവിടെ കാണാം? ഇവിടെ കസേര കിട്ടുന്നുണ്ട്. സാറ് മാത്രമല്ലേ ഉള്ളൂ ഇരിക്കാൻ? വർക്കിംഗ് കണ്ടീഷനാ. സാറിന്റെ പടമൊക്കെ വെച്ചേക്ക് മാലയൊക്കെ ഇട്ടുണ്ട് നിൽക്കുന്നൊരു ചിത്രം. മലയ്ക്ക് പോയോ സാറ്? ഞാനോ? ഇല്ല, ഒരു തവണ മലയ്ക്ക് പോയിട്ടുണ്ട്. യേശുദാസിന്റെ ഫോട്ടോ കൊള്ളാം കേട്ടോ, ഒരുപാട് പഴക്കമുള്ള ഫോട്ടോ അല്ലേ? വലിയ ഇപ്പോഴത്തെ യേശുദാസിനെ കണ്ട ഫുള്ള് നരച്ചിരിക്കുമല്ലേ? അതിപ്പോ എന്താ ചെയ്യാനാ, ദൈവം വരുത്തി വെക്കുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ വ്യത്യാസം. ഇത് അന്ന് കണ്ടുപിടിച്ച ഒരു ജോമെട്രി ആയിരുന്നു. ഇത് എ എന്ന അക്ഷരം അതിന്റെ പ്രധാന ബിന്ദുക്കള് നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്ന ലൈൻ സിസ്റ്റം വരയ്ക്കുന്നതായത്. പെർസ്പെക്റ്റീവ് വാനിഷിംഗ് പോയിന്റ്, പ്രൊജക്റ്റീവ് ജോമെട്രി, പ്രൊജക്ഷൻ ജോമെട്രി, പെർസ്പെക്റ്റീവ് വാനിഷിംഗ് പോയിന്റ്, ലൈൻ ജോയിനിങ് ടു എ കൺവെർജിംഗ് ലൈൻ സിസ്റ്റം. എല്ലാം അറിയാം സാറിന്. ഇപ്പോഴില്ലേ കാഴ്ചയൊക്കെ കുറവൊന്നും ഇല്ലല്ലേ? ഒരുവിധം കാണാം. കണ്ണട വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണട വെച്ചില്ലേലും ഒരുവിധം 71-72 വയസ്സാണ് സാറിനെ കണ്ട പറയില്ല, ഒരു മുടി പോലും നരച്ചിട്ടില്ല കേട്ടോ. സാറും കൂടെ കൂടെ നോക്കിയാ നമ്മുടെ ഇതൊരു ചിത്രമായിരുന്നു. ഇത് ഞാൻ എഴുതിയ കവിതയായിരുന്നു അന്ന്.
അന്ന് എഴുതിയ കവിതയല്ലേ? ആ സാറിനത് പറയാൻ പറ്റുമോ? വായിക്കാവോ? സൺറൈസ് ഇൻ എ ബ്ലോസം സീസൺ. അതായത് വസന്തകാലത്ത് ഉദയസൂര്യൻ, ഇൻക്ലൂഡിംഗ് വിത്ത് ദ ട്യൂൺ ഓഫ് വേവ്സ് ഓർ ഫ്രിഞ്ചസ് ഇൻ ലാഡ്ബ്രൂക്ക്. ലാഡ്ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ തേനരുവി, കുഞ്ഞു തേനരുവി. കുഞ്ഞു തേനരുവിയുടെ സംഗീതനാദങ്ങളുടെ അലകൾ